പഴയ സമയം മുതൽ വന്ന ഒരു ഫയലിൽ ഒരു ടാക്സ് പ്രൊപ്പോസൽ വന്നു എന്ന് കരുതി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് വേണം എന്നുള്ളത് UDFും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. PM-ശ്രീ എങ്ങനെയായിരിക്കും? PM-ശ്രീയിലും കഥ അത് തന്നെയാണ്. ഞാനതാ പറഞ്ഞത്. PM-ശ്രീയും ബഹുദൂരം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങളൊപ്പിലെത്തിയത്. ഒരു മാസമായ ഒരു ഗവൺമെൻറ്റിൻ്റെ വെരടിക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. കാരണം PM-ശ്രീയിൽ കൊണ്ടുപോയി കുടുക്കി വെച്ചു. അങ്ങനെ ഒരു നീക്കം തന്നെ ഇല്ല. മനസ്സിലാക്കേണ്ടത് കരിമണൽ സ്വകാര്യവൽക്കരിക്കാനേ സാധിക്കില്ല. ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. അത് ഇനി അങ്ങോട്ട് പറ്റേയില്ല. അങ്ങനെ ഒരു സംഗതി ഇനി വേറൊരു കാര്യം പറയാം, ഞങ്ങൾ അനുവദിക്കൂല, ഒരു സംശയം വേണ്ട. അതും ഈ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റുകളൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. ഞങ്ങളത് വിശദമായി നോക്കിയിട്ട് ഇതിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ഖനനത്തിൻ്റെയോ വല്ല പഴുതും ഉണ്ട് എങ്കിൽ അത് നടപ്പിലാക്കൂല.